നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നതുമായ കാര്യമാണ് ഈ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെയുള്ള മലയാളത്തിലുള്ള ദിശകള്. നമുക്ക് ഗൂഗിൾ മാപ്പിനകത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്നൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ദിശകളുണ്ട്. എങ്കിലും പലപ്പോഴും നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ മലയാളത്തിലുള്ള ദിശകളാണ് നമുക്ക് ആവശ്യപ്പെടാറ്. നമ്മൾ മുതിർന്ന ഒരാളോടാണ് വഴി ചോദിക്കുന്നതെങ്കിൽ അയാൾ പറയും തെക്കോട്ട് പോയിട്ട് ഇടത്തോട്ട് കറങ്ങുക, പടിഞ്ഞാറോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിയുക എന്നൊക്കെ. ഏതാണ് തെക്ക്, ഏതാണ് വടക്ക്, ഏതാണ് പടിഞ്ഞാറ്, അതാണ് നമുക്ക് അറിയാത്തത്. അതുപോലെ മതപരമായ പല ചടങ്ങുകൾക്കും നമുക്ക് ഇതുപോലെ തന്നെ തെക്ക് വടക്ക് പടിഞ്ഞാറ് എന്നൊക്കെയുള്ള ദിശകൾ അറിയേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ തെക്കേതാണ്, വടക്കേതാണ്, കിഴക്കേതാണ്, പടിഞ്ഞാറ് ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ രണ്ട് പെർമിഷനേ കൊടുക്കേണ്ടൂ. ഒന്ന് ക്യാമറ പെർമിഷനും മറ്റൊന്ന് ലൊക്കേഷനും. ഇത് രണ്ടും കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ ഇതുപോലെ ഗ്രീൻ നിറത്തിലുള്ള ഒരു കോമ്പസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇതിന്റെ തീം മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടെ ഇടതുഭാഗത്ത് 3 ലൈൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പസിന്റെ തീം മാറ്റേണ്ട ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെയുള്ള ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം തെക്ക് വടക്ക് പടിഞ്ഞാറ്, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിശയും നമുക്ക് കാണിച്ചു തരുന്നതാണ്. മൊബൈൽ ഫോൺ ഏത് ദിശയിലേക്ക് നമ്മൾ ചിരിച്ചാലും അതിൻ്റെ ദിശ മാറുന്നതല്ല. നിങ്ങൾക്ക് കാണാം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറൊക്കെ അതത് ആംഗിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ കുത്തന്നെ പിടിക്കരുത്. ഇതുപോലെ മലർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആംഗിളും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികളാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ് കിബില വരിക. അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്പെടും. ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഒരുപാട് ആചാരങ്ങൾക്ക് ഇതുപോലെ ദിശ നോക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡും ഉണ്ട്. ഈ ലിങ്കും QR കോഡും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ അഡ്രസ്സ് നിങ്ങൾ അതിൻ്റെ മുകളിലത്തെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. ആദ്യം ടെക്ക് എന്ന് എഴുതുക, അതിനുശേഷം ഡോട്ട് ഇട്ടിട്ട് ഫ്രഷ് ജോബ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതണം. അതിനുശേഷം വീണ്ടും ഡോട്ട് ശേഷം കോം എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ഇപ്പോൾ ആദ്യം തന്നെ മൊബൈൽ കോമ്പസ് എന്ന് പറയുന്ന പോസ്റ്റർ ഉണ്ട്. ഇനി നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക. ഇവിടെ എവിടെയെങ്കിലും മൊബൈൽ കോമ്പസിൻ്റെ പോസ്റ്റർ ഉണ്ടാവും. ഒന്നും കാണുന്നില്ലെങ്കിൽ ഇടതുഭാഗത്തുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ കോമ്പസ് എന്ന് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ സ്പെല്ലിങ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കോമ്പസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ബാർ ഉണ്ട്, ആ സെർച്ച് ബാറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ കോമ്പസിൻ്റെ പോസ്റ്റർ ലഭിക്കും. ഇവിടെ റീഡ് മോർ എന്ന ബട്ടൺ ഉണ്ട്, അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഈ പേജ് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകളെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.